വീഡിയോ തുടങ്ങി റിവ്യൂ അറിയാൻ പോവാണ്. യോമാനുശേഷത്തിന്റെ റിവ്യൂ അറിയാൻ പോവാണ്. യോമാനുശേഷം റിവ്യൂ. യോമാനുശേഷം നല്ല സിനിമയാണ്. ലൈറ്റ് ഓഫ് ആക്കരുത് പ്ലീസ്. യോമാനുശേഷം നല്ല സിനിമ. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നല്ല സിനിമയാണ്. ഈ സിനിമ എല്ലാവരും കാണണം, നല്ല സിനിമയാണ്. ഞങ്ങൾ ഒരുപാട് ചിരിച്ച സിനിമയാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോയിട്ടാണ് കണ്ടത്. ബാംഗ്ലൂർ താവരക്കര ലക്ഷ്മി തിയേറ്റർ. വളരെ നല്ല സിനിമയാണ്. എനിക്ക് സിനിമ ഇത് എന്താ പറയാ, എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുകേഷിന്റെ പിന്നെയാണ്. മുകേഷ് പൊളി ബെഡായി ബംഗ്ലാവ് ആണോ? മുകേഷിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് പണ്ട് മുതൽ വരുന്നൊരു ക്യാരക്ടേഴ്സ് നിന്നും മാറി ചെയ്തൊരു ക്യാരക്ടറാണ്. നല്ല സിനിമയാണ്. പിന്നെ എന്താ പറയുക, മറ്റേ മ്യൂസിക് കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുൽഖർ സൽമാൻ വളരെ നല്ലൊരു അഭിനയമായിരുന്നു. പിന്നെ നടിമാരായാലും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. ലുക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ തമിഴിൽ നിന്നും വന്ന ഐശ്വര്യ രാജേഷ് വളരെ നല്ലായിരുന്നു. സിനിമ കണ്ടില്ലേ? പിന്നെ സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാസാഗർ ആസ് യൂഷ്വൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വിഷ്ണു ഇത്ര ഇംഗ്ലീഷ് കൂട്ടി പറയുമ്പോ ചാൻസ് ഒക്കെ കിട്ടും അടുത്ത പടത്തില്. നല്ല സിനിമയാണ്. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെന്താ, നല്ല സിനിമ കേട്ടോ, എല്ലാവർക്കും ഫാമിലി. പക്ഷെ ഇതിന്റെ കൂടെ ഇറങ്ങിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ അത് നല്ല സിനിമയാണ്. നമ്മളത് കണ്ടേ. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്നത് നല്ലൊരു കുടുംബചിത്രം. ഇതുപോലെ തന്നെ നല്ലൊരു കുടുംബചിത്രമാണ്. ഇത് രണ്ടും കുടുംബചിത്രങ്ങളാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ഫാമിലി ആയിട്ട് വരുന്നത്. അല്ലെ, മലയാള സിനിമകളുടെ റിവ്യൂ അറിയുമ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പിന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും ഒരു കുടുംബത്തിനെ പശ്ചാത്തലമാക്കിയിട്ടാണ് ഫുൾ സ്റ്റോറി പോകുന്നത്. പിന്നെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പോയി കാണേണ്ട പടമാണ്. ഫാമിലി എന്റർടൈനർ ആയതുകൊണ്ട്. പിന്നെ എനിക്ക് ജോമോൻ സുവിശേഷത്തിന്റെ ഒരു നെഗറ്റീവ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫി അത്ര ഒരു കഥയ്ക്ക് ഒത്തൊരു നിലവാരത്തിൽ സിനിമാറ്റോഗ്രഫി ഉണ്ടായിരുന്നില്ല. കുഴപ്പമൊന്നുമില്ല, പക്ഷെ സത്യനന്ദിക്കാണ് ഒരുപാട് പടങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ഈ സിനിമയിൽ തോന്നിയില്ല അങ്ങനെ. പിന്നെ മറ്റേ ചെങ്ങ യോ ബ്രോ പൊളിച്ച്. പിന്നെ സിനിമയില് എല്ലാരും നന്നായി. മുകേഷാണ് എടുത്തു പറയേണ്ടത്. നന്നായിട്ട് അഭിനയിച്ചു, എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു, ഇതാണ് എടുത്തു പറയണം. പിന്നെ അനുപമ അത്ര ഒരു ഇതില്ല, പക്ഷെ കുഴപ്പമില്ല, ഓക്കെയാണ്. മുന്തിരിവള്ളി അനുപമേനോ തകർത്തു, മോഹൻലാൽ മീന തകർത്തു, പിള്ളേര് തകർത്തു, എല്ലാരും തകർത്തിട്ടുണ്ട്. നമ്മുടെ ബേബി ചേട്ടൻ പൊളിച്ച്. നല്ല കോമഡി ഉണ്ട് അതിൽ, നല്ല രസമുള്ള സിനിമ അല്ലെ. ഈ 2 സിനിമ എല്ലാരും പോയി കാണണം. ഇച്ചിരി ലേറ്റ് ആയി പോയി ഇടാൻ, എന്നാലും ഞങ്ങൾ കണ്ട് ഒന്ന് സമയം കിട്ടി പോയിട്ടു. അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.